വെൽക്കം ബാക്ക് ടു വിങ് ബാക്ക് സ്റ്റോറീസ്. അങ്ങനെ യുണൈറ്റഡിൻ്റെ വിന്നിംഗ് റൺ അവസാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 11 മത്സരങ്ങളായിട്ട് അവർ തോൽവി എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 7ഓളം വിജയങ്ങളും അതുപോലെ തന്നെ 4 ഡ്രോ അടക്കം 11 മത്സരങ്ങളിൽ അവർക്ക് 25ഓളം പോയിൻറ്റുകൾ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്, ഈവൻ ഹോം ആൻഡ് അവേ ഫിക്സ്റ്റേഴ്സിലാണെങ്കിൽ പോലും. പക്ഷേ അതിനൊരു വിരാമം വന്നിരിക്കുകയാണ്. 2026 ഇതുവരെ യുണൈറ്റഡ് തോറ്റിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ അതും സംഭവിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ കാരിക്കിൻ്റെ കീഴിലും യുണൈറ്റഡ് തോറ്റിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. കഴിഞ്ഞൊരു മുന്നത്തെ ഒരു സ്പെല്ലിൽ ഇൻ്റർമായിട്ട് കാരിക്ക് വന്നപ്പോഴും അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴായാലും ആ ഒരു വിന്നിങ് റണ്ണ് തുറന്നുകൊണ്ടിരിക്കുകയായിരുന്നു അമോറിമിന് ശേഷം അദ്ദേഹം അപ്പോയിൻ്റായിട്ട് വന്നപ്പോഴും ഹെഡ് കോച്ചായിട്ട്. പക്ഷേ എന്താ പറയുക, എല്ലാ ഒരു ഹണിമൂൺ പീരീഡിന് ഒരു അവസാനം ഉണ്ടാകുന്നത് പോലെ ഈ ഒരു ഇതും അവസാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും എന്താ പറയുക, വ്യത്യസ്തമായിട്ട് അതിന് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വിന്നിങ് റണ്ണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ന്യൂകാസിലിനെ തോൽപ്പിച്ചുകൊണ്ടായിരുന്നു. അന്ന് അമോറിമായിരുന്നു മാനേജറായിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവർ 1-2 സമനിലയൊക്കെ സ്റ്റിച്ചപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ വിന്നിങ് റണ്ണ് അവസാനിച്ചതും ഇപ്പോൾ ന്യൂകാസിൽ യുണൈറ്റഡ് തന്നെയാണ്. ഇന്നലെ വളരെ ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ളൊരു കളിയിലാണ് ന്യൂകാസിൽ യുണൈറ്റഡ് 2-1 എന്നുള്ള രീതിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരു കളിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പരാജയം അവർ അർഹിക്കുന്ന തരത്തിലുള്ള ഒരു പരാജയം തന്നെയായിരുന്നു. കഴിഞ്ഞൊരു 2-3 മത്സരങ്ങളിലായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പെർഫോമൻസിലൊരു ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത്. ആ ഒരു ആഴ്സണലിലെ അല്ലെങ്കിൽ ലിവർപൂളിനൊക്കെ അല്ലെങ്കിൽ ഈവൻ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒപ്പമുള്ള കളിയിലായ പോലും കാണിച്ചിരുന്ന ആ ഒരു എനർജി കാര്യങ്ങളെല്ലാം ഗ്രാജുവലി ഒരു വെസ്റ്റ് ഹാം ഗെയിം തൊട്ട് തന്നെ കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു കളികളിലൊക്കെ നല്ല രീതിയിൽ ആ ഒരു എനർജിയും വൈഡ് ഏരിയയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കുറവുകളും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ യുണൈറ്റഡ് കിട്ടുന്ന ചാൻസ് കൺവേർട്ട് ചെയ്തിട്ടും, അതുപോലെ തന്നെ ഷെഷ്കോൻ്റെയൊക്കെ നല്ല ഇമ്പാക്റ്റ് നമ്മൾ കാണുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഗോൾ കൺവേർഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ രക്ഷപ്പെട്ട് പോവുകയാണ് കണ്ടത്. പക്ഷേ ഈ ഒരു മത്സരത്തിലേക്ക് വന്നപ്പോൾ ന്യൂകാസിൽ കുറേ കൂടി എനർജിയിൽ കളിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയം സ്വന്തമാക്കേണ്ടത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമായിരുന്നു. അവർ കഴിഞ്ഞ ഹോം മത്സരങ്ങളിൽ കുറച്ച് മത്സരങ്ങളായിട്ട് അവർ തോറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ലീഗിലാണെങ്കിൽ അവരുടെ പൊസിഷൻ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു രീതിയിലാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇതിപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഡിഫിക്കൽട്ട് ഫിക്സ്റ്റേഴ്സിൻ്റെ ഒരു സ്റ്റാർട്ടിങ് കൂടിയാണ്. അതായത് ഈ ഒരു മാസത്തിൽ തന്നെ അവർ 6ഓളം കളികൾ കളിക്കുന്നുണ്ട്. അതിൽ യുണൈറ്റഡിനെതിരെയായിരുന്നു ആദ്യത്തെ കളി ഉണ്ടായിരുന്നത്. ഇനി അവർക്ക് ചെൽസിക്കെതിരെ കളിയുണ്ട്. അതുപോലെ തന്നെ ബാഴ്സലോണയോടൊപ്പം 2 കളികൾ വരുന്നുണ്ട്. മാൻ സിറ്റി ആയിട്ട് കളികൾ വരുന്നുണ്ട്. സോ ഇങ്ങനൊരു ടൈറ്റായിട്ടുള്ളൊരു ഫിക്സ്ചറും അതുപോലെ തന്നെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഫിക്സ്ചറിനെയും സ്റ്റാർട്ടിങ് നല്ല രീതിയിൽ തുടങ്ങാൻ ന്യൂകാസലിന് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. സോ ഇനി മത്സരത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ സ്ലോലി ആയിട്ടുള്ള ഒരു രീതിയിലായിരുന്നു. നമുക്കറിയാം എവേ ഗ്രൗണ്ടാണ്, സെൻറ്റ് ജെയിംസ് പാർക്കിൽ അവരുടെ ആ ഒരു ക്രൗഡ് കൊടുക്കുന്ന എനർജിയിൽ ന്യൂകാസിൽ ഫ്ലൈയിങ് ആയിട്ടായിരിക്കും കളിക്കുക, അല്ലെങ്കിൽ ആ ഒരു തുടക്കം അവർക്ക് കിട്ടുക എന്നുള്ളതെല്ലാം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്താ പറയുക, അവർ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു തുടക്കമായിരിക്കും ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളത്. ആ ഒരു രീതിയിൽ തന്നെയാണ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ ഫ്ലൈയിങ് ആയിട്ട് ഇഷ്ടം പോലെ ബോൾ റൺ ചെയ്തിട്ടും വിൻ ചെയ്തും ഒരുപാട് ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചും ന്യൂകാസിൽ നിരന്തരം അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആ ഒരു സമയത്ത് ആ ഒരു എന്താ പറയുക, ആ ഒരു തുടക്കത്തിൽ ആ ഒരു സർജൻസും കാര്യങ്ങളെല്ലാം ഒന്ന് തടഞ്ഞ് കാമായി സിറ്റുവേഷൻ കൺട്രോൾ ചെയ്തിട്ട് പിന്നീട് ഗെയിമിലേക്ക് ഇവോൾവ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് തുടക്കത്തിലെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ന്യൂകാസിലിൻ്റെ തുടക്കത്തിൽ ആ ഒരു എനർജി സർജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പതുക്കെ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ടായിരുന്നു. 1-2 ചാൻസസ് അവർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും വൈഡ് ഏരിയാസ് എന്നുള്ള ഒരു ക്രോസസ് കാര്യങ്ങളെല്ലാം പുൾ ഔട്ട് ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. കൂടുതലും സെൻട്രലി അറ്റാക്ക് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. മിഡ്ഫീൽഡിലാണെങ്കിലും 2 ടീമിൻ്റെ മിഡ്ഫീൽഡിലാണെങ്കിലും നല്ല രീതിയിൽ കോമ്പറ്റീറ്റീവായിട്ട് കളിക്കുന്നതാണ് കണ്ടത്. ഈവൻ ബ്രൂണോ ഗിമറസ് ഒന്നും ഇല്ലെങ്കിൽ പോലും ന്യൂകാസിലിൻ്റെ ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിൽ ജോലിൻറ്റൺ ആണെങ്കിലും ടൊണാലി ആണെങ്കിലും നല്ല രീതിയിൽ വർക്ക് റേറ്റ് കൊടുത്തിട്ട് ബോൾ വിൻ ചെയ്യാനായാലും പ്രഷർ ചെയ്യാനാണെങ്കിലും ആ ഒരു എനർജി കാര്യങ്ങളെല്ലാം ഹൈ ലെവലിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെങ്കിലും കസമീറോയും കുബിയാനും അടങ്ങുന്ന മിഡ്ഫീൽഡ് അവർ നല്ല രീതിയിൽ അതിനെ കോമ്പാറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാവിൽ തന്നെ ഒരുപാട് യെല്ലോ കാർഡുകളും കാര്യങ്ങളെല്ലാം ഈ മത്സരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ റഫറിങ് ഡിസിഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു കളി കൂടി മോശം റഫറിങ് ഡിസിഷൻ്റെ പേരിൽ അറിയപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതായത് യെല്ലോ കാർഡുകളൊക്കെ ഒരുപാട് ഷോ ചെയ്യുന്നുണ്ടായിരുന്നു, 2 ടീമുകൾക്കും ഷോ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൽ ചിലതെല്ലാം അൺനെസസറി ആയിട്ടുള്ള യെല്ലോ കാർഡ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെറിയൊരു പുള്ളിനാണെങ്കിൽ പോലും അത് എന്താ പറയുക, ഒരു ഫൈനൽ തേർഡിലല്ലാത്ത സിറ്റുവേഷനിൽ വന്ന
പുള്ള് അല്ലെങ്കിൽ ഒരു ഫൗളിന് പോലും ഈവൻ ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ ആണെങ്കിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആണെങ്കിലും പ്ലേയേഴ്സിന് യെല്ലോ കാർഡ് കിട്ടുന്നത് നമ്മൾ കണ്ടാണ്. അങ്ങനെ ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ റാംസേക്ക് ഫസ്റ്റ് ഹാഫിൽ ഒരു മിഡിലായപ്പോൾ തന്നെ ഒരു യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മത്സരം 45-ാമത്തെ മിനിറ്റും കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിലേക്ക് കടന്നപ്പോൾ ഒരു ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ ഒരു അറ്റാക്ക് വരെയായിരുന്നു. അതിൽ ഗോർഡനാണ് ബോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ആ ഒരു ബോൾ കൺവേർട്ട് ചെയ്തിട്ട് ഒരു ഓപ്പൺ ചാൻസ്, ഗോൾ അടിക്കാനുള്ള ഒരു ഓപ്പൺ ചാൻസ് പോലെ വെച്ച് നീട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ബോക്സിലേക്ക്. ആ ബോളിലേക്ക് ലെമൻസ് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ റാംസിയും അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. റാംസിയുടെ ബോൾ വിൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ലെമൻസ് അവിടെ ഫൗൾ കമ്മിറ്റ് ചെയ്യുന്നില്ല, പക്ഷേ അദ്ദേഹം ബോൾ സ്ലൈഡ് ചെയ്ത് ബോൾ വിൻ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ റാംസ് അദ്ദേഹത്തിന് പാസ് ചെയ്ത് പോവുകയും പക്ഷേ ആ ഒരു ട്രെയിലിംഗ് ലെഗ് ലെമൻസിൻ്റെ കയ്യിൽ തട്ടുന്നുണ്ടായിരുന്നു. ഇത് റെഫറി ആദ്യം ആ ഒരു ഡിസിഷൻ കണ്ടു. അതിനുശേഷം അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു, അതൊരു ഡൈവ് ആണെന്നുള്ളൊരു തീരുമാനമാണ്. പക്ഷേ അതൊരു വളരെ ഹാർഷായിട്ടുള്ളൊരു കോളായിരുന്നു. ഓൾറെഡി ഒരു യെല്ലോ കാർഡിൽ നിൽക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു. അതിൻ്റെ കൂടെ ഇതൊരു ഡൈവായിട്ട് എനിക്കെന്തായാലും പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കളിയിൽ കാണുന്നവർക്കായാലും ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഗോളടിക്കാൻ പറ്റാത്ത ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ആ ഒരു നിരാശയായിരുന്നു അദ്ദേഹം അവിടെ നിന്ന് ഫ്ലിപ്പ് ചെയ്ത് വീണപ്പോൾ ഉണ്ടായെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ റെഫറി അത് കണ്ടത് അതൊരു ഡൈവായിരുന്നു എന്നാണ്. അങ്ങനെ സിമുലേഷൻ ചെയ്തതിന് റാംസിക്ക് യെല്ലോ കാർഡ് കിട്ടുകയും അത് സെക്കൻഡ് ലെവലിൽ ആയത് തന്നെ റെഡ് എന്നുള്ള രീതിയിലേക്ക് കൺവേർട്ട് ആവുകയും ചെയ്തു. ഇങ്ങനെ ഫസ്റ്റ് ഹാഫിൽ തന്നെ ന്യൂകാസിൽ യുണൈറ്റഡ് 10 പേരെയാണ്. പക്ഷേ ഈ ഒരു ഡിസിഷന് എന്താ പറയുക, ന്യൂകാസിൽ യുണൈറ്റഡ് അവരെ തളർത്തുന്ന രീതിയിൽ അവർ കരുതിയില്ല. അവർ കൂടുതൽ എനർജിയോടെ കളിക്കാനാണ് പിന്നീടും ശ്രമിച്ചത്. അതിനവർക്ക് ഫലം കാണുകയും ചെയ്തു. നെക്സ്റ്റ് മിനിറ്റിൽ തന്നെ ഇതേപോലെ ഗോർഡൻ നല്ല രീതിയിൽ ബോൾ കിട്ടി സർവ് ചെയ്ത് പോവുകയാണ്, യുണൈറ്റഡിൻ്റെ ബാക്ക് ലൈനിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ മിഡ്ഫീൽഡിൽ നിന്ന് ഗോർഡനെ ട്രാക്ക് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ബ്രൂണോ ഫെർണാണ്ടസ് ആയിരുന്നു. അദ്ദേഹം ഒരു എന്താ പറയുക, ഒരു സ്ലൈറ്റ് ആയിട്ടുള്ളൊരു ബ്ലോക്ക് കാര്യങ്ങളും വെക്കുകയാണ്. പക്ഷെ അത് പെനാൾട്ടി ബോക്സിനുള്ളിലായി പോയി. നമുക്കറിയാം പെനാൾട്ടി ബോക്സിൻ്റെ ഉള്ളിലാണെങ്കിൽ പിച്ചിൻ്റെ മറ്റേ ഏരിയയിലുള്ള പോലെയല്ല, അവിടെ ഫൗളിന് കാര്യങ്ങളെല്ലാം ആ ഒരു ലിമിറ്റും കാര്യങ്ങളും ഉണ്ട്. ഒരു എക്സ്റ്റെൻഡ് വിട്ടിട്ട് ഗോൾ സ്കോറിങ് ഓപ്പർച്യൂണിറ്റി തടയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഗോളിലേക്ക് അടുക്കുന്ന രീതി തടയുന്ന രീതിയിലുള്ള ഫൗൾ അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻ കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെനാൾട്ടി വിധിക്കല്ലാണ്ട് റെഫറിക്ക് വേറെ നിവൃത്തിയില്ല. സോ അതൊരു സോഫ്റ്റ് പെനാൾട്ടി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ അവിടെ ഡെഫിനറ്റ്ലി കോണ്ടാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ആ പെനാൾട്ടി എടുക്കുന്നത് ആൻ്റണി ഗോർഡൻ തന്നെയായിരുന്നു. അങ്ങനെ അത് അദ്ദേഹം കൺവേർട്ട് ചെയ്യുകയും ആ ഒരു ഗോൾ നേടുകയും ചെയ്തു. 10 പേരായിട്ട് ചുരുങ്ങിയിട്ടുള്ള ന്യൂകാസിൽ 1-0 ലീഡ് നേടുകയാണ്. സോ ഇപ്പോഴും ഡ്രാമ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം VAR ചെക്കും അതുപോലെ തന്നെ ഈ ഒരു ഗോളിൻ്റെ സെലിബ്രേഷനൊക്കെ ആയിട്ട് 3 മിനിറ്റ് ആയിരുന്നു എക്സ്ട്രാ ടൈം അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. സോ റെഫറി പിന്നെയും കളി എക്സ്റ്റെൻഡ് ചെയ്യുമായിരുന്നു ഇത്രയും ചെക്ക് കാര്യങ്ങളെല്ലാം വന്നുകൊണ്ട് തന്നെ. അങ്ങനെ യുണൈറ്റഡ് അറ്റാക്ക് ചെയ്തിട്ട് ഫ്രീ കിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫ്രീ കിക്ക് ബ്രൂണോ ഫെർണാണ്ടസ് ബോൾ ഡെലിവറി ചെയ്തപ്പോൾ ബോളിലേക്ക് അറ്റാക്ക് ചെയ്തിട്ട് കസമീറോ ഒരു ഗോൾ നേടി. അങ്ങനെ 1-1 എന്നുള്ള ആ ഒരു ലെവലിലാണ് ഫസ്റ്റ് ഹാഫ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. സോ നമുക്കറിയാം 10 പേരായിട്ടാണ് ന്യൂകാസിൽ യുണൈറ്റഡ് ഇനിയൊരു ഹാഫ് മുഴുവൻ കളിക്കാനുള്ളത്. സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അവിടെ ഒബ്വിയസ്ലി അവിടെ ഒരു മാൻ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സീസണിലെ ഒരുവിധം എല്ലാ കളികളിലും ഇപ്പോൾ കാരിക്ക് വന്നതിന് ശേഷം യുണൈറ്റഡ് സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടി ഉണർന്ന് കളിക്കുക അല്ലെങ്കിൽ കുറച്ചുകൂടി ഇൻറ്റൻസിറ്റിയിൽ കളിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു പ്രകടനം യുണൈറ്റഡിൻ്റെ ഭാഗത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കളി സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും ന്യൂകാസിൽ യുണൈറ്റഡ് ആണ് കൂടുതൽ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവരാണ് 10 പേര് വെച്ച് കളിക്കുന്നത് എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ പ്രകടനം കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ കാര്യമായിട്ടുള്ളൊരു ഇൻറ്റൻറ്റോ കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ കാഴ്ചവെക്കുന്നുണ്ടായിരുന്നില്ല. 1-2 ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രൂണോ ഫെർണാണ്ടസ് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് ചാൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് ഗോൾ അടിക്കാൻ ഈവൻ ഒരു പ്ലേറ്റിൽ വെച്ച് കൊടുക്കുന്ന പോലുള്ള ചാൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ലെനിയോറൊക്കെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹെഡ് വീക്കായിരുന്നു. റാംസ്റ്റൈൽ നല്ല രീതിയിൽ കളിച്ചു. അദ്ദേഹം കുറേ സേവുകൾ കാര്യങ്ങളെല്ലാം പുൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്സിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നീട് കാരിക്ക്. അത് ഗോൾ കണ്ടെത്താൻ പറ്റാതായപ്പോൾ ഒരു അറ്റാക്കിങ് ചേഞ്ച് എന്നുള്ള രീതിയിൽ സെക്സിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്രൂഷ്യലായിട്ട് ഒരു ചേഞ്ച് കൂടി വരുത്തിയിട്ടുണ്ടായിരുന്നു. ഡാലോനോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് മസറായി ലെഫ്റ്റ് ബാക്കായിട്ട് കൺവേർട്ടായി. അദ്ദേഹത്തിന് പകരം അദ്ദേഹത്തിന് ഒരു ചെറിയൊരു ഇഞ്ചുറി പറ്റിയപ്പോൾ പിന്നീട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന മലാസിയാണ്. പക്ഷേ ഈ മലാസിയെ കൊണ്ടുവന്ന ഒരു നല്ലൊരു ഡിസിഷൻ ആയിരുന്നു എന്നുള്ളത് ഒരു ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലാസിയ വന്നിട്ട് ആ ഒരു ഗെയിമിൻ്റെ ഇൻറ്റൻസിറ്റിനെ കുറിച്ച് അറിയാത്ത രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നത്. ഈ സീസണിൽ 2ാമത്തെ തവണ മാത്രമാണ് അദ്ദേഹം കളിക്കുന്നത്. അപ്പോൾ
ഗെയിം സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഗെയിമിൽ എത്രത്തോളം ഇൻറ്റൻറ്റ് കാഴ്ച വയ്ക്കേണ്ടി വരും എന്നുള്ളതിനുള്ള ഒരു അവയർനെസ് കാര്യങ്ങളൊന്നും മലാസിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല. സോ ഇങ്ങനെ മത്സരം പുരോഗമിച്ച് കഴിഞ്ഞിട്ട് യുണൈറ്റഡിൻ്റെ ഒരു അറ്റാക്ക് ഉണ്ടാവുകയാണ്. ആ ഒരു ന്യൂകാസലിനാണെങ്കിൽ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് അവർ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് മിനിറ്റൊക്കെ ആയപ്പോൾ ഒരു 88-89 മിനിറ്റ് സമയത്ത് യുണൈറ്റഡ് അവിടെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തിട്ട്, പക്ഷേ ബോൾ ന്യൂകാസിൽ വിൻ ബാക്ക് ചെയ്തിട്ട് അവർ പ്രോഗ്രസ് ചെയ്യാണ്. ആ സമയത്ത് ന്യൂകാസിലാണെങ്കിലും സബ്സിന് കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എഡി ഹൗവിൻ്റെ ഭാഗത്തുനിന്ന് അറ്റാക്കിംഗ് മൈൻഡഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ ലാസ്റ്റ് ടൈമിൽ അദ്ദേഹം ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അത് ഒസൂലിനൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എന്നുണ്ടെങ്കിൽ നല്ല എനർജിയോട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. സോ ഈ ഒരു ബോൾ യുണൈറ്റഡിൻ്റെ ഭാഗത്തുനിന്ന് ന്യൂകാസിൽ യുണൈറ്റഡ് അവിടെ നിന്ന് യുണൈറ്റഡിൻ്റെ കയ്യിൽ നിന്ന് വിൻ ചെയ്തിട്ട് ഒസൂലേക്കാണ് ആ ബോൾ എത്തിയിട്ടുണ്ടായിരുന്നത്. സോ അദ്ദേഹത്തിന് ബോൾ കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, നേരെ പോയി ഗോൾ അടിക്കുക എന്നുള്ളത്. ഒരു ലാസ്റ്റ് മിനിറ്റ് വിന്നർ നേടി തൻ്റെ ടീമിന് ആ ഒരു 10 പേരെ വെച്ചിട്ട് കളിക്കുന്ന ടീമിനാണെങ്കിൽ ഒരു എനർജി കൊടുക്കാനും ഒരു പോസിറ്റീവ് വൈബ് കൊടുക്കാനും ഉള്ളൊരു ഉദ്ദേശം മാത്രം അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്നുള്ളൂ. സോ അദ്ദേഹം ആ ബോൾ കിട്ടിയിട്ട് കുതിച്ച് പോവുകയാണ്. മലാസിയാണ് അദ്ദേഹത്തിന് കൂടെ ഓടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു ടാക്റ്റിക്കലായിട്ടുള്ള ഒരു ഫൗള് പോലും കമ്മിറ്റ് ചെയ്യാനായിട്ട് മലാസിയ ശ്രമിക്കുന്നില്ല. ഈവൻ യുണൈറ്റഡിൻ്റെ ബോക്സിലേക്ക് എത്തിയപ്പോൾ പോലും അദ്ദേഹം ജസ്റ്റ് ബോൾ വാച്ച് ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓസുല എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഓസുല എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് നല്ല ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ബെൻഡ് ചെയ്തിട്ട് ഒരു വേൾഡ് ക്ലാസ് ഫിനിഷാണ് ഒസൂല അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈവൻ ലാമൻസ് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ആ ബോൾ ബെൻഡ് ചെയ്ത് പുറത്തേക്ക് പോകുന്നതാണ്. പക്ഷേ അത് സൈഡ് നെറ്റിൽ ഇൻസൈഡ് ദ പോസ്റ്റിൽ സൈഡ് നെറ്റിൽ തട്ടിയിട്ടാണ് ബോൾ കേൾ ചെയ്ത് കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 90ാമത്തെ മിനിറ്റിൽ ഒസൂല വിന്നിംഗ് ഗോൾ നേടുകയാണ് ന്യൂകാസലിന്. അതായത് 10 പേര് വെച്ചിട്ടുള്ള ടീമിനെതിരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കഷ്ടപ്പെടുന്നതാണ് നമ്മൾ ഈ ഒരു മത്സരത്തിലും കാണുന്നത്. ഇതുപോലെ മുന്നേ എവർട്ടണിനെതിരെയും യുണൈറ്റഡിന് ഇത്തരത്തിലുള്ളൊരു പ്രകടനം കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതവർ ഡിസേർവിങ് ആയിട്ടുള്ളൊരു പരാജയമാണ്. അതായത് കഴിഞ്ഞ ആ ഒരു വെസ്റ്റ് ഹാം മത്സരം തൊട്ട് തന്നെ യുണൈറ്റഡിൻ്റെ പ്രകടനത്തിലെല്ലാം ഇതുപോലൊരു കുറവ് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ആ ഒരു ഇൻറ്റൻസിറ്റി കുറവ്, അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു പാസസ് പിക്ക് ചെയ്യാനായിട്ടുള്ള കുറവ്. ഇപ്പം നമ്മൾ കാരിക് ബോൾ എന്നുള്ള രീതിയിലെല്ലാം കഴിഞ്ഞ ബിഗ് മാച്ചസിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈവൻ ആഴ്സണലിനെതിരെയും അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയെല്ലാം യുണൈറ്റഡ് ആ ഒരു ഒരു സ്പേസിൽ നിന്നിട്ട് നല്ല രീതിയിൽ ക്ലിനിക്കലായിട്ട് പാസ് പിക്ക് ചെയ്യുന്നതും, അതുപോലെ തന്നെ ആ ഒരു പ്രഷർ സിറ്റുവേഷൻസിൽ ബോൾ ടിക്കി ടാക്ക പോലെ പെട്ടെന്ന് ഷോർട്ട് പാസ് പിക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് വിൻ ചെയ്തിട്ട് വീണ്ടും സ്വിച്ച് ചെയ്ത് ലോങ് ബോൾ കൊടുത്തിട്ട് കളിയിലെ വിങ് പ്ലേയേഴ്സിനെ കൂടി അല്ലെങ്കിൽ വിങ്ങിൽ ഓടുന്ന ഫുൾ ബാക്കുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കളിയിലൊക്കെ മൊത്തത്തിൽ ചേഞ്ച് വരുന്നതൊക്കെ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് മത്സരങ്ങളിലായിട്ട് ഈ ഒരു രീതിയിലുള്ള ചേഞ്ചസ് ഒന്നും കാണുന്നില്ല. ആ ഒരു ഇൻറ്റൻസിറ്റി കാണുന്നില്ല. മെൻറ്റാലിറ്റിയിൽ തന്നെ ആ ഒരു ഡ്രോപ്പ് കാര്യങ്ങളെല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അത് ഡിസേവിങ് ആയിട്ടുള്ളൊരു വിന്നാണ്. കാരിക്കും മത്സരത്തിന് ശേഷം അതാണ് അദ്ദേഹം തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പോഴും ടേബിളിലെ പൊസിഷനിലൊന്നും വലിയ മാറ്റമൊന്നുമില്ല. ആസ്റ്റൺ വില്ല പോയിന്റ് ഡ്രോപ്പ് ചെയ്തു. ചെൽസി അവരെ തകർത്ത് തരിപ്പണാക്കി 4-1 എന്നുള്ള സ്കോർ ലൈനിൽ. അപ്പോൾ അതുകൊണ്ട് രണ്ട് ടീമുകൾക്ക് ഇപ്പോൾ 51 പോയിൻ്റാണുള്ളത്. ആസ്റ്റൺ വില്ലയ്ക്കാണെങ്കിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെങ്കിലും ഇപ്പോഴും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഗോൾ ഡിഫറൻസിന് മുന്നിലായതുകൊണ്ട് 3ാമത്തെ പൊസിഷനിലാണ് നിൽക്കുന്നത്. സോ ഇനിയിപ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു വീക്കെൻഡിലായിട്ട് യുണൈറ്റഡിന് ഇനി കളികളൊന്നുമില്ല. അടുത്ത വീക്കിലാണ് ഇനി കളികൾ വരുന്നത്. ന്യൂകാസിൽ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം തിക്ക് ആൻഡ് ഫാസ്റ്റാണ് അവർക്ക് കളികൾ വരുന്നത്. സോ എന്തൊക്കെയായിരിക്കും ഇനി ആ ഒരു മത്സരങ്ങളിൽ നിന്നുള്ളതെല്ലാം നമുക്ക് അതിന് ശേഷം ഡിസ്കസ് ചെയ്യാം. സോ ഇത്രയൊക്കെയുള്ളൂ ഈ ഒരു വീഡിയോയിൽ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഹോണസ്റ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ ഒരു റിവ്യൂ വീഡിയോ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ കാര്യങ്ങൾ കണ്ടിട്ടാണ്. അത് എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എന്തെങ്കിലും തെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെ അറിയിച്ചിട്ട് ബെറ്റർ ആക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.